हरि ओम्। ॐ ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ഭാരത ഗൗരവം ആവാഹിച്ച് ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. നിള എന്നും ഈ പുഴയ്ക്ക് ചെല്ലപ്പേരുണ്ട്. അങ്ങനെയുള്ള ഭാരതപ്പുഴയെ, നിളയെ സ്നേഹിക്കുന്ന നിള നദിയുടെ സംരക്ഷണത്തെ ബഹുപ്രകാരത്തിൽ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അനവധി കൂട്ടായ്മകൾ ഉണ്ട്. കൂട്ടത്തിൽ നിളാവിചാരവേദി ആദർശാധിഷ്ഠിതമായ ആവേശ നൈരന്തര്യം നിലനിർത്തുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. ആദർശാധിഷ്ഠിത ആവേശ നൈരന്തര്യം എന്നത് പ്രയോഗിക്കാൻ കാരണം ഉപരിപ്ലവമായ ആവേശവും ആരംഭശൂരത്വവും പലരും പ്രകടിപ്പിക്കും. പക്ഷേ അതിന് ഏറെ ആയുസ്സുണ്ടാവില്ല എന്നതാണ് പരിമിതി, ദൗർഭാഗ്യം. ആദർശാധിഷ്ഠിതമാകുമ്പോൾ അതിനൊരു നൈരന്തര്യം, നിരന്തരം പ്രവർത്തനം ഉണ്ടാകും. നിള സാംസ്കാരിക വേദിയെ സംബന്ധിച്ചിടത്തോളം സ്വാമിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ആദർശാധിഷ്ഠിതമായ ഒരു കൂട്ടായ്മയാണ്. അവർ കാണിക്കുന്ന ആവേശം അതുകൊണ്ട് തന്നെ നൈരന്തര്യം ഉള്ളതാണ്. ഇനിയും പല പ്രകാരത്തിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അവർ നടത്തി വന്നിട്ടുള്ള പല പരിപാടികളിൽ ചിലതിലെങ്കിലും സംബന്ധിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. കോവിഡ് കാലത്ത് നിള വിചാരവേദി കണ്ടെത്തിയ ഒരു പ്രത്യേക പദ്ധതിയാണ്, പരിപാടിയാണ് ഈ ഒരു ഫേസ്ബുക്ക് പരിപാടി. വാസ്തവത്തിൽ എല്ലാ വർഷവും ചെയ്യാറുള്ള സാംസ്കാരിക അതുപോലെ തന്നെ നദീ സംരക്ഷണ ഉദ്ബോധനത്തിനുള്ള അനവധി പരിപാടികൾ ഈ പ്രാവശ്യം പ്രത്യേക സാഹചര്യത്തിൽ നടത്താൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഓൺലൈനായിട്ട് ഫേസ്ബുക്കിലൂടെ കൂട്ടായ്മ ഉറപ്പാക്കി എന്നുള്ളത് വളരെ ഉചിതമായിട്ടുണ്ട്. ജൂൺ 5-ാം തീയതി ആരംഭിച്ച് ഓഗസ്റ്റ് 9 വരെ ഈ ഒരു പരിപാടി വളരെ ലൈവായി നടത്തപ്പെടുകയാണ്. വാസ്തവത്തിൽ ആദിശങ്കര ഭഗവത് പാദർ അമ്മയ്ക്ക് വേണ്ടി പെരിയാറിനെ വഴിമാറി ഒഴുക്കിയ ഒരു സംഭവം, ഐതിഹ്യം ഈ നാട്ടിലുണ്ട്. ഇതുപോലെ സ്വാമി ആലോചിക്കുമ്പോൾ നിളയെ ഫേസ്ബുക്കിലൂടെ ജനമനസ്സുകളിലേക്ക്, നിളയെ സ്നേഹിക്കുന്നവരിലേക്ക് എത്തിക്കാൻ ഈ കൂട്ടായ്മയുടെ, നിള വിചാരവേദിയുടെ നമ്മുടെ നിള എൻ്റെ നിള അനുഭവങ്ങൾ എന്ന പരിപാടിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു നിശബ്ദ വിപ്ലവമാണ് എന്ന് പറയാതെ വയ്യ. ഒട്ടേറെ മനസ്സുകളിലൂടെ നിള ഒഴുകുന്നു. ഈ ഒരു പ്രവാഹത്തെ വേണ്ട തരത്തിൽ സഫലമാക്കാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ക്രമേണ സംഭവിക്കണം. നിളയുടെ ബഹുപ്രകാരത്തിലുള്ള സംരക്ഷണം, അതുപോലെ തന്നെ പോഷണം, ഇതൊക്കെ ഉറപ്പാക്കപ്പെടണം. അതിന് സാധിക്കട്ടെ എന്ന് ഹൃദയംഗമമായി ആശംസിക്കുന്നു. ശങ്കരാചാര്യർ പെരിയാറിനെ ഒഴുക്കിയതുപോലെ നിളയെ ഫേസ്ബുക്കിലൂടെ ഒഴുക്കുന്നു എന്ന് പറയുമ്പോൾ
അതൊരു ശങ്കര ദൗത്യമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കട്ടെ. ശങ്കര ദൗത്യം എന്ന പദപ്രയോഗം കൊണ്ട് മംഗളകരമായ ദൗത്യം എന്നും അർത്ഥം ലഭ്യമാകും. അതുകൊണ്ട് ഇതൊരു മംഗള ദൗത്യമാണ് എന്ന് അഭിനന്ദിക്കുന്നു. ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ മോഘാശ മോഘകർമാണഃ മോഘജ്ഞാന വിചേതസഃ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ എന്ന ഒരു ശ്ലോകമുണ്ട്. ഭഗവത്ഗീത 9-ാം അധ്യായം 12-ാം ശ്ലോകം. ഈ ഒരു ശ്ലോകത്തിൻ്റെ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് തെല്ലൊന്ന് സൂചിപ്പിക്കട്ടെ. ഭഗവാന്റെ ആപൂർണ വൈഭവത്തെ മനസ്സിലാക്കാൻ കഴിയാതെ ഭഗവത് വൈഭവത്തെ ലഘുവായി ചിന്തിക്കുന്ന ലഘുമതികളെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ ശ്ലോകത്തെ പ്രതിപാദിക്കുന്നത്. 9-ാം അധ്യായത്തിൽ 12-ാം ശ്ലോകം. 11-ാം ശ്ലോകത്തിൽ ഭഗവാനെ നിന്ദിക്കുന്നവരുടെ, പാപികളുടെ ഒരു പ്രസ്താവനയുണ്ട്. ഭഗവാൻ പറയുകയാണ്, അവരെന്നെ ആദരിക്കുന്നതിന് പകരം അനാദരിക്കുകയാണ്, നിന്ദിക്കുകയാണ്. അതിൻ്റെ കാരണം വിശകലനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മോഘാശ മോഘകർമാണഃ മോഘജ്ഞാന വിചേതസഃ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ എന്ന് പ്രയോഗിച്ചത്. വാഗർത്ഥം വ്യർത്ഥമായ ആശ, വ്യർത്ഥമായ കർമ്മം, വ്യർത്ഥമായ ജ്ഞാനം. എന്തുകൊണ്ട് വ്യർത്ഥമായ അർത്ഥരഹിതമായ അഥവാ ദോഷങ്ങൾ സമ്മാനിക്കുന്ന ആശയും കർമ്മവും ജ്ഞാനവും പുലർത്തുന്നു? അതിന് കാരണമായിട്ട് ഭഗവാൻ നിരീക്ഷിക്കുന്നത് രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ. അവർ രാക്ഷസീയവും ആസുരീയവുമായ പ്രകൃതിയെ, മോഹിപ്പിക്കുന്ന പ്രകൃതിയെ ആശ്രയിച്ചവരാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു രാക്ഷസ പ്രകൃതിയിൽ നിന്ന്, ആസുര പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തരായി മാറാൻ നമുക്ക് സാധിക്കണം. ഭഗവാൻ പറഞ്ഞ പ്രകാരം ആ ഒരു ഓർഡർ, അത് മോഘാശ മോഘകർമാണഃ മോഘജ്ഞാന എന്നുള്ളതാണ്. ഇതിനെ ഒരു റിവൈസ് ഓർഡർ ആക്കുകയാണെങ്കിൽ അറിവ്, തെറ്റായ വികലമായ അറിവ്, പാപയുക്തമായ അറിവ്, അതിനനുസരിച്ചുള്ള ആശ, അതിനനുസരിച്ചുള്ള കർമ്മം എന്ന് വരും. അർത്ഥം, എന്തൊരറിവാണോ നാം നേടിയെടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മിൽ ആശകൾ, ഇച്ഛകൾ പ്രകടമാവുക. അതിനനുസരിച്ചുള്ള കർമ്മങ്ങളിലാണ് നാം വ്യാപരിക്കുക. അതുകൊണ്ട് ഏത് സമാജത്തിൻ്റെയും സമുദ്ധാരണം ലക്ഷ്യമാക്കുമ്പോൾ, അത് നദിയുടെ കാര്യത്തിലായാലും ശരി, ശരിയായ അറിവ്, അതിനനുസരിച്ച് ആശകൾ ബഹുപ്രകാരം ഉണരട്ടെ, അതിനനുസരിച്ച് സാർത്ഥകവും സഫലങ്ങളുമായ കർമ്മങ്ങൾ സംഭവിക്കട്ടെ. വിദ്യാഭ്യാസപരമായി വളരെ പ്രസക്തിയുള്ള വിഷയമാണ് ഇത്. സമാജത്തിൻ്റെ നന്മയ്ക്കായാലും ശരി, കുടുംബങ്ങളുടെ അഭിവൃദ്ധിക്കായാലും ശരി, വ്യക്തിയുടെ വികാസത്തിനായാലും ശരി, രാഷ്ട്രത്തിൻ്റെ അഭിവൃദ്ധിക്കായാലും ശരി, ഇവിടെ പ്രസക്തമായ വിഷയം ഒരു നദിയുടെ സംരക്ഷണമാണ്. അക്കാര്യത്തിലും മോഘജ്ഞാനം എന്നതിന് പകരം ശ്രേയസ്കരമായ അറിവ്, നേരായ അറിവ്, അമോഘജ്ഞാനം, അതിനനുസരിച്ച് അമോഘമായ ആശകൾ, ദൂരക്കാഴ്ചയുള്ള പ്രപഞ്ച താളാനുസാരിയായ ധർമാധിഷ്ഠിതമായ ആശകൾ, അതിനനുസരിച്ചുള്ള സാർത്ഥകമായ കർമ്മങ്ങൾ, സഫലങ്ങളായ കർമ്മങ്ങൾ, ഇത് സംഭവിക്കട്ടെ. നില വിചാരവേദി കൂട്ടായ്മയിൽ സഹകരിക്കുന്ന എല്ലാവരെയും ഇപ്രകാരമാണ് ആശംസിക്കാൻ തോന്നുന്നത്. ശുഭജ്ഞാന, ശുഭ ആശ, ശുഭകർമ്മ. രാക്ഷസി ആസുരി പ്രകൃതിക്ക് പകരം സാത്വികി ബ്രാഹ്മണി പ്രകൃതി ആശ്രിതാഹ, അങ്ങനെയുള്ളവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. ഇനി
നിളയെ സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ അയവിറക്കാൻ ആരംഭിക്കുമ്പോൾ പാഠപുസ്തകത്തിൽ പ്രൈമറി ക്ലാസ്സിൽ പണ്ട് ഭാരതപ്പുഴയെ പരിചയപ്പെടുത്തുന്ന ഒരു പാഠമുണ്ടായിരുന്നു. ആ പാഠഭാഗം ഇന്നും നന്നായി മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു സഞ്ചാരി കുട്ടികളെയും കൂട്ടി ട്രെയിനിലും ബസ്സിലുമൊക്കെയായി യാത്ര ചെയ്ത് ഭാരതപ്പുഴയുടെ വിവിധ സ്ഥലികൾ അത് കാണിച്ചു കൊടുക്കുകയും അനുബന്ധങ്ങളായ കഥകൾ പറയുകയും ഒക്കെ ചെയ്യുന്ന രസകരമായ ഒരു ദൃശ്യമായിരുന്നു ആ പാഠം പഠിക്കുന്ന സമയത്ത് മനസ്സിൽ നിറഞ്ഞു നിന്നത്. ഒരു ഘട്ടത്തിൽ നിലക്കടലയും അതുപോലെ നാരങ്ങയും ഓറഞ്ചും അത് സഞ്ചാരി എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും ആലോചിക്കും ഇത് രണ്ടും തമ്മിലുള്ള ഒരു ചേരുവ എന്താണെന്ന്. പക്ഷേ അന്ന് പഠിച്ചതുകൊണ്ട് ഇന്നും അതിൻ്റെ ഒരു രസം നാവിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യ പരിചയം ഭാരതപ്പുഴയെ സംബന്ധിച്ചുള്ളത് എന്ന് തോന്നുന്നു. അപ്പോഴൊന്നും പക്ഷേ നദി നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാമാങ്കം പലകുറി കൊണ്ടാടും എന്ന പാട്ടിലൂടെ നിളയുടെ തീരത്തെക്കുറിച്ചുള്ള ശ്രദ്ധ ഉണർന്നു. അതുപോലെ തന്നെ മാമാങ്കത്തിൻ്റെ കഥകൾ. മാമാങ്കം വാസ്തവത്തിൽ ഒരു സാംസ്കാരികമായ ഉത്സവമായിരുന്നു, വ്യാപാര ഉത്സവമായിരുന്നു. അതിൽ പക്ഷേ ക്രമേണ അത് രക്തപങ്കിലമായി. ഇന്ന് മാമാങ്കം ആലോചിക്കുമ്പോൾ അതൊരു നല്ല സ്മൃതിയാവുന്നില്ല. ആ ഒരു തിരിച്ചെടുപ്പും കൂടി നിള വിചാരവേദിക്ക് സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു. മാമാങ്കം വീണ്ടും അതിൻ്റെ ആ ഒരു പൊലിമയോടുകൂടി രക്തപങ്കിലമായ അധ്യായത്തെ ദൂരീകരിക്കാൻ ആ ഒരു മാമാങ്ക പുസ്തകത്തിലെ രക്തപങ്കിലങ്ങളായ അധ്യായങ്ങളൊക്കെ എടുത്തു മാറ്റി സാംസ്കാരികവും അതുപോലെ മറ്റു പല പ്രകാരത്തിലും ഒക്കെയുള്ള കൊടുക്കലുകളും വാങ്ങലുകളും സംഭവിക്കുന്ന ഒരു മഹോത്സവമായിട്ട് മാമാങ്കത്തെ പുനഃസ്ഥാപിക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. അതിനും കൂടുതൽ ഉത്സാഹിക്കാൻ സാധിക്കട്ടെ. അപ്പം മാമാങ്ക പാട്ടിലൂടെ ആ ഒരു ഗാനത്തിലൂടെ നിളയെ വീണ്ടും പ്രണയിക്കുകയുണ്ടായി. അതിനുശേഷം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 15-ാം വയസ്സിലാണ് ആദ്യമായി നിളാദർശനം, ഭാരതപ്പുഴയെ കണ്ടതും അതിൽ കുളിച്ചതും. പിന്നീട് ആശ്രമത്തിലൊക്കെ ചേർന്ന ശേഷം അനവധി പ്രാവശ്യം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഷൊർണൂർ എത്തുമ്പോഴും അതുപോലെ അതിനു മുമ്പ് തന്നെ കോഴിക്കോട് നിന്നാവുമ്പോൾ വരുന്ന വഴിക്ക് നിളാദർശനം സാധ്യമാകും. അതുപോലെ പാലക്കാട് ഭാഗത്ത് പോകുമ്പോഴും ഒക്കെയായിട്ട് ഷൊർണൂരിലും വള്ളത്തോൾ നഗരിയിലും ഒക്കെ നിളാദർശനം പിന്നെ പല പ്രാവശ്യം ആസ്വദിക്കാൻ തുടങ്ങി. കാണുമ്പോഴൊക്കെ എന്നും പുതുമയാണ്, പ്രതിഭാധനയാണ് നിള. നവങ്ങളായിട്ടുള്ള അനുഭൂതി പകർന്നു തരും. ഒരിക്കലും ഇന്നലെ കണ്ടതാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് എന്ന തോന്നലില്ല. മറിച്ച് ഇന്ന് കാണും പോലെ സൂര്യോദയം പോലെ ആസ്വദിക്കാൻ സാധിക്കാറുണ്ട്. നദീതട സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഒരു നദിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ഭാരതീയ സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം ഗംഗ, യമുന, സരസ്വതി ഈ നദികളാണ് ദാർശനിക പാരമ്പര്യത്തിന് കരുത്തുറ്റ സംഭാവനകൾ നൽകിയിട്ടുള്ളത്. സിന്ധു നദീതട സംസ്കാരം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതപ്പുഴ സംസ്കാരം അല്ലെങ്കിൽ നിളാനദീ സംസ്കാരം എന്ന ഒരു ഗംഭീര അധ്യായം എഴുതി ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം അത്രമേൽ സമ്പന്നമാണ് ദാർശനിക ഗരിമ കൊണ്ടും കലാ സാംസ്കാരിക നടന ശില്പചാരുത എന്നിങ്ങനെ എത്ര പ്രകാരത്തിലാണ് നിളാനദി കേരളത്തിൻ്റെ പാരമ്പര്യത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
സിന്ധുനദീതട സംസ്കാരം എന്നൊക്കെ പഠിക്കുന്നത് പോലെ നിളാനദീതട സംസ്കാരം എന്ന നിലയിൽ ഒരു കനപ്പെട്ട ഗ്രന്ഥത്തിന് തീർച്ചയായിട്ടും അവകാശമുണ്ട്. ആ വിഷയത്തിലും നിള വിചാരവേദിക്ക് ഉത്സാഹിക്കാൻ സാധിക്കുമെങ്കിൽ നന്നായിരിക്കും. ഭാരതപ്പുഴയെക്കുറിച്ച് പണ്ട് പാഠപുസ്തകത്തിൽ പഠിച്ചത് നിറം മങ്ങാത്ത ഓർമ്മയായി മനസ്സിലുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ വരും തലമുറയ്ക്ക് സമ്മാനിക്കാൻ സാധിക്കണം. അവിടെ തുഞ്ചനും കുഞ്ചനും ഒക്കെ അനുസ്മരിക്കപ്പെടുമല്ലോ, തുള്ളൽ കഥകളും അനുസ്മരിക്കപ്പെടും. അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രന്ഥം അത് സാധിക്കട്ടെ, സംഭാവ്യമാവട്ടെ എന്നും ആശംസിക്കുന്നു. പി കുഞ്ഞിരാമൻ നായരുടെ കവിതകളിലൂടെ, പി കുഞ്ഞിരാമൻ നായർ അവധൂത കവിയാണല്ലോ, അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ചെന്ന് ഒരുപാട് പ്രകാരത്തിൽ നിളാനദിയിൽ മുങ്ങിക്കുളിച്ചിട്ടുണ്ട്. പി കുഞ്ഞിരാമൻ നായരുടെ കവിതകളിലൂടെ ആസ്വദിക്കുമ്പോൾ ഒരിക്കലും മതി വരില്ല എന്നുള്ളതാണ് അത്ഭുതം. മതി വരില്ല പറഞ്ഞാൽ മതി എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല, അലംബുദ്ധി ഉണ്ടാവില്ല. എന്നതുപോലെ തന്നെ മതി ഉണർന്നെഴുന്നേറ്റ് വന്ന് യുക്തിഭദ്രമായ ചോദ്യങ്ങളൊന്നും ചോദിച്ച് അലോസരപ്പെടുത്തില്ല. കാരണം ആ ഭാവഗായകൻ്റെ വർണ്ണനാരീതി യുക്തിഭദ്രതയ്ക്കും അപ്പുറത്ത് പ്രത്യേകമായ ഒരു ധ്യാന സമാധി നൽകാൻ പോന്നതാണല്ലോ. പിന്നീട് ആസ്വദിച്ചത് ഈ പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട്, കുഞ്ഞിരാമൻ നായർ നിളയ്ക്കാണോ സംഭാവന നൽകിയത്, അഥവാ നിള കുഞ്ഞിരാമൻ നായരെ പോഷിപ്പിക്കുകയായിരുന്നോ എന്ന്. ഈ വിഷയത്തിൽ വീണ്ടും ഭഗവത്ഗീത 3-ാം അധ്യായത്തിലെ പ്രയോഗമാണ് ഓർമ്മ വരുന്നത്. പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരം അവാപ്സ്യത. കുഞ്ഞിരാമൻ നായർ ഒരുപാട് സംഭാവനകൾ നിളയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു. നിളയെ ഒരു വിസ്മയമായി കവിതാ ആസ്വാദകരുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ. അതുപോലെ കുഞ്ഞിരാമൻ നായരുടെ ഗദ്യവും അങ്ങനെ തന്നെയാണല്ലോ, വളരെ ഹൃദയസ്പൃക്കായ രചനയാണ്. മറക്കാത്ത ഒരു വരി, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന കവി കുഞ്ഞിരാമൻ നായരെ കാണാൻ ചെന്നു. സന്ധ്യാനേരം, ഇരുട്ട് മയങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് വൈദ്യുതി നിലച്ചത്. ആ സമയത്ത് ഈ കവി കുഞ്ഞിരാമൻ നായർ വെറ്റില മുറുക്കാൻ വേണ്ടി ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ നിലാവ് ഉദിച്ചു നിൽക്കുന്നുണ്ട്. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് പറയാണ്, ബാല, 100 നിലാവും തമ്മിൽ മാറിപ്പോണൂലോ എന്ന്, നിൻ്റെ ആ വിളക്കൊന്നിങ്ങോട് കാണിക്കുകയും. അങ്ങനെ ഒരു യുക്തിഭദ്രതയ്ക്കൊക്കെ അപ്പുറത്ത് നമ്മെ പ്രത്യേക ഒരു ധ്യാന സമാധിയിലേക്ക് നയിക്കാൻ പോകുന്ന രചനകൾ. ഇപ്പം കവിയെ നിള പോഷിപ്പിക്കുന്നു, നിളയെ കവി പോഷിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു പരസ്പരം ഭാവയന്തഃ, ഇത് നമുക്കും ഒരു നിർദ്ദേശം തരുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് സൂചിപ്പിച്ചോളാം. വീണ്ടും നിളയുടെ ഒരു മാതൃവാത്സല്യ നിറവ് അത് ആസ്വദിച്ചിട്ടുള്ളത് സി രാധാകൃഷ്ണൻ്റെ നോവലുകളിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ നോവൽ നവകം വളരെ പ്രസിദ്ധമാണ്. അതിൽ ഒട്ടുമിക്ക കഥകളും, നോവൽ നവകത്തിലെ 9 ഗ്രന്ഥങ്ങളിൽ പല ഗ്രന്ഥങ്ങളും നിളയുമായി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിലും അതുപോലെ മറ്റ് രചനകളിലുമൊക്കെ നിളയുടെ സാന്നിധ്യം, ഒരു മാതൃവാത്സല്യം ചൊരിഞ്ഞുകൊണ്ടുള്ള അമ്മയുടെ ഒഴുക്കും ഒക്കെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പു പകരുന്ന നിളാചിത്രങ്ങൾ അതും നല്ല ഒരു സ്മൃതിയായി പച്ചപിടിച്ച ഒരു അനുഭവമായി ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. ചമ്രവട്ടം സി രാധാകൃഷ്ണൻജിയുടെ വീട്ടിൽ പല പ്രാവശ്യം പോയി താമസിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചയും അതുപോലെ ധർമ്മശാസ്താവിനെ തൊഴാൻ പോയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അദ്ദേഹവും കൂടെ വരും. അപ്പോൾ പറഞ്ഞു തന്ന കഥകളും ഒക്കെ നല്ലൊരു ഓർമ്മ ചെപ്പിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്.
തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജീവചരിത്രത്തെ ഒരു ആഖ്യായികയാക്കി അവതരിപ്പിച്ചതും ശ്രീ രാധാകൃഷ്ണൻജി മലയാള ഭാഷയ്ക്ക് നൽകിയ കരുത്തുറ്റ സംഭാവനയാണ്. അതിൽ നോവലിൻ്റെ അല്ലെങ്കിൽ ചരിത്രാഖ്യായികയുടെ ശീർഷകം വളരെ ശ്രദ്ധേയമാണ്. തീക്കടൽ കടഞ്ഞ തിരുമധുരം. തുഞ്ചത്തെഴുത്തച്ഛൻ തീക്കടൽ കടഞ്ഞ് തിരുമധുര പ്രസാദം മലയാളികൾക്ക് സമ്മാനിക്കുന്നത് നിളയുടെ തീരങ്ങളിൽ ഇരുന്നിട്ടുമാണ് പലതും എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പം ആ ഒരു കടച്ചൽ അത് നിളയുടെ തീരവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതും ആസ്വദിച്ചിട്ടുണ്ട്. തീക്കടൽ കടഞ്ഞ തിരുമധുരവും ആസ്വദിച്ചിട്ടുണ്ട്. നിള വിചാരവേദി പ്രവർത്തകരുടെ ഉത്സാഹം അത് ഒരു പ്രത്യേക പ്രകാരത്തിലും കൂടി അഭിനന്ദനാർഹമാകുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയെ നിളയോളം ആകർഷിക്കാൻ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതി, അതിനുള്ള ഒരു പദ്ധതി സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ വിഷയത്തിൽ നിള വിചാര വേദി പ്രവർത്തകർക്ക് വളരെ ഉത്സാഹത്തോടെ ചെയ്യാൻ സാധിച്ചു. ഇനി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിളയ്ക്ക് ഒരു പുനരുജ്ജീവനം ഉണ്ടാകും എന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാലവർഷക്കെടുതിയിൽ നിള ചിലപ്പോഴൊക്കെ വളരെ കോപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പ്രളയം എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു നിത്യ ദുരന്തമാവുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വേനൽക്കാലത്ത് വളരെ ശോഷിച്ച് ദയനീയമായ ഒരു ചിത്രമാണ് നിളാദേവി നമുക്ക് തരുന്നതെങ്കിൽ മഴക്കാലത്ത് താണ്ഡവ നൃത്തം ആടുകയാണ്. ഇവിടെ ഒരു കാരുണ്യക്കുറവ് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണെങ്കിൽ, അങ്ങടും ഇങ്ങടും പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത, പരസ്പര ഭാവനയോടുകൂടിയുള്ള ഒരു സഹവർത്തിത്വം അത് നദിയോടായാലും വേണം. ഭഗവത്ഗീത അങ്ങനെ ആവശ്യപ്പെടുന്നു. പ്രകൃതിയോട് ഭാവനാത്മകമായ ഒരു നിലപാട് നാം പുലർത്തേണ്ടതുണ്ട്. അതിൻ്റെ പോഷണത്തിന് വേണ്ടി ഉദ്യമിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് പ്രകൃതി ദേവി നമ്മെ അനുഗ്രഹിക്കുക. നിളയോട് നാം ചെയ്തു പോയ ഒട്ടേറെ അനീതികളാണ് പ്രളയകാലത്തിൽ അമ്മയുടെ താണ്ഡവ നൃത്തത്തിന് കാരണമാകുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഒരു തരത്തിലും അമ്മയെ ദ്രോഹിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കാൻ, അതുപോലെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം. വേനൽക്കാലത്തും നിറഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥ പണ്ടുണ്ടായിരുന്നു എന്ന് പലരും അനുഭവം പറയുന്നുണ്ട്. ആ ഒരു വ്യവസ്ഥിതി എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം? വ്യവസ്ഥിതി മാറ്റം സംഭവിക്കണമെങ്കിൽ മുഖ്യമായും മനസ്ഥിതി മാറ്റം സംഭവിക്കണം. വ്യവസ്ഥിതിയേക്കാൾ പ്രധാനം മനസ്ഥിതി മാറ്റമാണ് എന്ന് ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കും. അപ്രകാരം നിളയെ ഈ പ്രകാരത്തിൽ പല മനസ്സുകളിലൂടെയും ഒഴുക്കുമ്പോൾ വ്യവസ്ഥിതി മാറ്റത്തിന് അനുഗുണമായ മനസ്ഥിതി മാറ്റം വ്യാപകമായി സംഭവിക്കും എന്ന് പ്രത്യാശിക്കാം. ശാസ്ത്ര സാങ്കേതിക ബോധ്യത്തോടെ വേണം, ദൂരക്കാഴ്ചയോടെ വേണം നിളാ സംരക്ഷണ പദ്ധതികൾ നിർവഹിക്കാൻ. ഈ കാര്യത്തിൽ പരിണിത പ്രജ്ഞന്മാരായിട്ടുള്ള അനവധി പേർ, ശ്രീ ശ്രീധരൻജി മുതലായവർ അനവധി പേർ ഉത്സാഹിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഉത്സാഹം ആദർശാധിഷ്ഠിതമായി മുന്നോട്ട് പോകട്ടെ. ശരിയായ ജ്ഞാനം, മോഹജ്ഞാനമല്ല, സാർത്ഥകമായ ജ്ഞാനം, ശുഭജ്ഞാനം, അതുകൊണ്ടുണ്ടാകുന്ന ശുഭസങ്കല്പങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ശുഭകരമായ പ്രവൃത്തി, അത് ഈ നദി രക്ഷയ്ക്ക് വേണ്ടി ഉതകുമാറാവട്ടെ. പർവ്വതങ്ങളെ സാഗരവുമായി സംബന്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക ദൗത്യമാണ് നദികൾ നിർവഹിക്കുന്നത്. പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് സാഗരത്തോളം പൊന്നാനിയിൽ അഴിമുഖത്ത് ചെന്ന് അറബിക്കടലിനോട് ചേരുന്നു. ഇപ്രകാരമുള്ള ഈ ഒരു
ഒഴുക്ക്, ഈ ഒഴുക്ക് ഒരു വലിയ സംഭവമാകുന്നു. മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവാഹങ്ങളും അഥവാ പ്രവാഹങ്ങളാണ് ജീവനത്തിനും അതുപോലെ തന്നെ പല പ്രകാരത്തിലുള്ള ആവിഷ്കാരങ്ങൾക്കും കാരണവും പ്രചോദനവും ആകുന്നത്. അതുകൊണ്ട് നദികൾ മാനവികതയെ സംബന്ധിച്ചിടത്തോളം രക്തധമനികൾ പോലെ പ്രധാനം തന്നെയാകുന്നു. ജീവസുറ്റ നദികൾ നിലനിർത്തണം. നദികളിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും. നദി നല്ലൊരു പാഠപുസ്തകം ആവണം. പക്ഷെ പാഠം പഠിക്കണമെങ്കിൽ നദിക്കരയിൽ ചെന്നിരിക്കാൻ നേരവും സന്മനസ്സും ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാവർക്കും അതിന് നേരമുണ്ടാവട്ടെ, സന്മനസ്സുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയുടെ ഗുരുവര്യൻ ശ്രീമദ് തപോവൻ മഹാരാജ് പലപ്പോഴും ആവർത്തിക്കുമായിരുന്നു അത്രേ, ചിന്മയ, ഗോ ആൻഡ് സിറ്റ് നിയർ ഗംഗ, ഷീ വിൽ ടീച്ച് എവ്രിതിങ്. എല്ലാം പഠിപ്പിക്കാൻ സമർത്ഥയാണ് അമ്മ. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ലോകോത്തര ഗീതാ പ്രഭാഷകനാണ്. ആഗോള തലത്തിൽ ഗീതാഭാഷണ വിപ്ലവം സൃഷ്ടിച്ച ഗുരുവര്യനാണ്. ശ്രീമദ് ചിന്മയാനന്ദ സ്വാമിജി ഹിമാലയത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ തപോവൻ മഹാരാജിൻ്റെ തൃച്ചേകടികളിൽ ഇരുന്ന് പഠിച്ച പാഠങ്ങൾ താഴ്വാരങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനും പ്രചരിപ്പിക്കാനും കാരണമായത് ഭാഗീരഥിയാണ്, ഗംഗാദേവിയാണ് എന്ന് സ്വാമിജി തന്നെ അനുസ്മരിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഗംഗാ തീരത്ത് പോയിരിക്കുമ്പോൾ ഗംഗാനദി ചോദിക്കുന്നതായിട്ട് തോന്നി എന്നാണ് പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി അനുഭവം പറയുന്നത്. ലുക്ക് അറ്റ് മീ, ഗംഗാനദി പറഞ്ഞു എന്നാണ്, എന്നെ നോക്കൂ. ഈ ഹിമാലയത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ നിന്നും താഴ്വാരങ്ങളിലേക്ക് ഒഴുകിയെത്തി ജനതതിയെ പല പ്രകാരത്തിൽ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൗതികമായിട്ടായാലും ശരി, സാംസ്കാരികമായിട്ടായാലും ശരി, ധാർമ്മികമായിട്ടായാലും ശരി, സർവോപരി ആത്മീയമായും ഞാൻ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എന്തേ എന്നിൽ നിന്ന് നീ പാഠം പഠിക്കുന്നില്ല? ഇതാണ് ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയെ താഴ്വാരങ്ങളിലേക്ക് തിരിച്ചിറക്കിയത്. ഗംഗാ സ്വാധീനമാണ്, ഗംഗാമാതാവിൻ്റെ ആഹ്വാനമാണ്. ഇപ്രകാരത്തിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. നദിയൊരു കവിതയാണ് എന്ന് പ്രയോഗിക്കുമ്പോൾ സുഗതകുമാരിയുടെ ഏറ്റവും നല്ല രചന എന്ന നിലയിൽ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കപ്പെട്ടതും കൂടി പ്രസ്താവിച്ചുകൊള്ളട്ടെ. സുഗതകുമാരി അമ്മയെ അഭിമുഖത്തിന് വേണ്ടി ക്ഷണിച്ച് എത്തിച്ചേർന്ന ലേഖകൻ സുഗതകുമാരി അമ്മയെ അഭിനന്ദിക്കുന്ന ഒരു ചിത്രം, ആ ഒരു അഭിമുഖം ലേഖനം വന്ന സമയത്ത് വായിച്ചത് ഓർമ്മിക്കുന്നു. അട്ടപ്പാടിയിലെ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഓടി നടന്ന സുഗതകുമാരി അമ്മയുടെ ആഹ്ലാദത്തെ ഏറ്റവും അധികം ഉണർത്തിയ സംഭവം, അവിടെ ഊഷരമായി കൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. പലരുടെയും ഉത്സാഹം കൊണ്ട് ധാരാളം വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിച്ചു. അതിങ്ങനെ വളർന്നു തുടങ്ങി. പ്രകൃതിയുടെ ഒരു സന്തോഷ പ്രകടനമായി അവിടെ ഒരു അരുവി ഉറവയെടുത്തു എന്നുള്ളതാണ്. അഭിമുഖത്തിന് സജ്ജനായി ചെന്ന ലേഖകൻ ഈ വിഷയത്തിൽ സുഗതകുമാരി അമ്മയെക്കുറിച്ച് പറയുന്നു. അമ്മ എഴുതിയ ഒരുപാട് കവിതകളിൽ ഏറ്റവും ഉത്തമമായ കവിത ഈ അരുവിയുടെ ഉറവയാണ്, ആ ഉറവയുടെ പ്രവാഹമാണ് എന്ന്. അങ്ങനെ അതിസുന്ദരമായ ഒരു കവിത. അഗസ്ത്യ മാമുനിയുടെ ഏറ്റവും ഉജ്ജ്വലമായ കവിതയാണ് ദണ്ഡകാരണ്യം എന്ന് വാൽമീകി രാമായണം വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും.
ഇങ്ങനെ നദികളെ സൃഷ്ടിക്കാൻ പോലും സാധിക്കും എന്നിരിക്കെ നദീ സംരക്ഷണം അത് നാം എല്ലാവരും ലക്ഷ്യമാക്കേണ്ടതുണ്ട്. നദിയെ സൃഷ്ടിക്കാൻ പോലും നമുക്ക് സാധിക്കും. സംസൃഷ്ടമായ നദിയെ, എത്രയോ കാലമായി നമ്മെ സേവിക്കുന്ന, സമാജത്തെ സേവിക്കുന്ന, കേരളത്തെ സേവിക്കുന്ന നിളാനദിയെ രക്ഷിക്കാൻ ശാസ്ത്ര സാങ്കേതിക ബോധ്യത്തോടെ ഉത്സാഹിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. നദീ രക്ഷയുമായി ബന്ധപ്പെട്ട ലളിതമായ പാഠങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാതിരിക്കുക, മാലിന്യങ്ങളെ നദിയിലേക്ക് ഒഴുക്കി വിടാതിരിക്കുക. ഈ രണ്ടച്ചടക്കം തന്നെ പാലിച്ചാൽ ധാരാളമായി. പിന്നെ തടയിടകൾ പണിയണമോ, മണൽ വാരുകയാണോ വേണ്ടത്, അഥവാ മണൽ നിലനിർത്തുകയാണോ വേണ്ടത്, ഈ വിഷയങ്ങളിലൊക്കെ വിവാദമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിവരമുള്ളവർ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തട്ടെ. ഏതായാലും നദിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കലും മാലിന്യം ഒഴുക്കിക്കളയാതിരിക്കലും, അതുപോലെ തന്നെ നദീ തീരത്ത് യോഗ്യങ്ങളായ വൃക്ഷലതാദികൾ നട്ടുപിടിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ ആവോളം ഉത്സാഹിക്കാം. വല്ലപ്പോഴുമൊക്കെ നദീതീരത്ത് എന്ന് സല്ലപിക്കാനും സൗകര്യങ്ങൾ ഒരുക്കാം. അങ്ങനെ തുടങ്ങി വെച്ചാൽ തീർച്ചയായിട്ടും നദീപ്രസാദം വ്യാപകമായി അനുഭവപ്പെടും. നദിയെക്കുറിച്ച്, പുഴയെക്കുറിച്ച് 2014 കുറച്ച് വരികൾ കുറിച്ചത് വായിച്ച് സമർപ്പിച്ച് ഈ ഭാഷണം ഉപസംഹരിക്കട്ടെ. പുഴ പറയും കഥയറിയാം തന്നുടയുറവിടമാകുമനാമയ സാഗര സവിധേ ചെന്നുലയിപ്പതിനുള്ളൊരൊഴുക്കിൻ നിരുപമമുജ്വലഗതിയും പൊരുളുമറിഞ്ഞിടാം. പുഴ പറയും കഥയറിയാം. പുഴ അരികിൽ ചെന്നിരുന്നാൽ തീർച്ചയായിട്ടും ഈ കഥ പറഞ്ഞു തരും. പുഴയ്ക്ക് പറയാനുള്ള കഥ എന്താണ്? തന്നുടെ ഉറവിടമാകും. പുഴയുടെ ഉറവിടം, പുഴയുടെ റിയൽ സോഴ്സ്. ഒരു സിനിമാ പാട്ടിലുണ്ടല്ലോ, ഒഴുകി 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 പുഴയെവിടെ പോകും, ദൂരെ ദൂരെ അലയിടുന്ന കടലിൽ പോയി ചേരും. അപ്പൊ കടലാണ് പുഴയുടെ ഉറവിടം. സൂര്യന്റെ ക്ഷണം സ്വീകരിച്ച് നീരാവിയായി ഉയർന്ന് മേഘമായി പരിണമിച്ച് ഊഷര ഭൂമികകളിൽ ചെന്ന് പെയ്യാൻ സൂര്യൻ നദിയെ ആഹ്വാനം ചെയ്യുന്നു എന്നാണ്. ആ ഒരു ആഹ്വാനത്തെ സ്വീകരിച്ച് ആണ് ഗംഭീരമായൊരു സഞ്ചാരം. അത് ആകാശത്തിലൂടെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നദിയായി ഒഴുകുന്നത് ഭൂമിയിലൂടെയാണ്, ഉറവിടത്തിലേക്കുള്ള യാത്രയാണ്. പുഴ പറയും കഥയറിയാം തന്നുടെ ഉറവിടമാകുമനാമയ സാഗര സവിധേ ചെന്നുലയിപ്പതിനുള്ളൊരൊഴുക്കിൻ. അതിനുവേണ്ടിയുള്ള ഒഴുക്കാണ്. പുഴയുടെ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ ഉറവിടത്തിലേക്കുള്ള ഒഴുക്കാണ്. നമ്മളൊക്കെ ലക്ഷ്യമിടേണ്ട നമ്മുടെ ഉറവിടത്തിലേക്കുള്ള യാത്രയ്ക്ക്. അതുകൊണ്ട് തന്നെ പുഴ പ്രചോദനം അരുളും, ഇൻസ്പിരേഷൻ തരും, മോട്ടിവേഷൻ തരും. ലയിപ്പതിനുള്ളൊരൊഴുക്കിൻ നിരുപമമുജ്വലഗതിയും പൊരുളുമറിഞ്ഞിടാം. അതിലൊരു പൊരുളുണ്ട്, അതിൻ്റെ ഗതി പല പൊരുളുകളും പങ്കുവെച്ചു തരുന്നുമുണ്ട്. വഴി തടയുന്നവ കുന്നുകൾ, പാറക്കെട്ടുകൾ, കല്ലുകൾ കണ്ടാൽ തളരുകയില്ലങ്ങാവേശത്താൽ ഊർജസ്വലമഥ പുഴയതു നിരുപമമായി ഒഴുകിപ്പോയിടുന്നു. വഴി തടയുന്ന പാറക്കെട്ടുകളൊക്കെ കാണുമ്പോൾ ആവേശം തെല്ലും ചോരാതെ, പ്രതിസന്ധികളൊക്കെ തന്നെ, പ്രതിബന്ധമെല്ലാം എനിക്ക് ആത്മശക്തി എന്ന മട്ടിൽ അതൊക്കെ തന്നെ മുന്നോട്ടുള്ള ഗതിക്ക് പ്രചോദനമായി എടുത്ത്, വഴി തടയുന്നവ കുന്നുകൾ, പാറക്കെട്ടുകൾ, കല്ലുകൾ കണ്ടാൽ തളരാതെ, ഊർജം വെടിയാതെ, ഊർജസ്വലം ഒഴുകിപ്പോകുന്നു. കല്ലുകൾ കാട്ടും ധിക്കാരത്തെ ഒഴുക്കിയകറ്റി
കുന്നുകൾ കണ്ടാൽ ഊർജം സംഭൃതമാക്കി നിറഞ്ഞു കവിഞ്ഞങ്ങൊഴുകിയിട്ടവയെ തന്നെ മഹിമയിലാക്കി അതല്ലെന്നാകിൽ വിനയം കാട്ടിയൊഴിഞ്ഞു തിരിഞ്ഞങ്ങൊഴുകിപ്പോകുന്നു. ഒഴുക്ക് ഒരിക്കലും തടസ്സപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വലിയ പാറക്കെട്ടുകളൊക്കെ തടസ്സം സൃഷ്ടിക്കുന്നത് കണ്ടാൽ ആ കാഴ്ചയിൽ നിന്ന് തന്നെ ഊർജം ആവാഹിച്ചുകൊണ്ട് ഒന്നുകിൽ അതിനെ കവിഞ്ഞൊഴുകും, അല്ലെങ്കിൽ തട്ടിയെടുത്ത് കൊണ്ടുപോകും. ഇത് രണ്ടും അസാധ്യമാണെന്ന് വന്നാൽ വിനയപൂർവം ഇരുവഴികളിലൂടെയും ഒഴുകി ആ തടസ്സത്തെ അതിക്രമിച്ച് യാത്ര തുടരുന്നു. തളരാതൊട്ടും പഴികൾ പറയാതെ ആത്യന്തികമാം ലക്ഷ്യമതാഴി അതോർത്തു പ്രചോദനമാർന്നു പ്രഹർഷം പുഴയൊഴുകിയിടുന്നു. ആരാണ് ശത്രു? നമ്മുടെ ബന്ധു ആരാണ്? ഈ വിഷയത്തിൽ ഭഗവത്ഗീത 6-ാം അധ്യായം 5-ാം ശ്ലോകം തരുന്ന ആദേശമുണ്ട്. ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. നാം തന്നെയാണ് നമ്മുടെ ശത്രു, നാം തന്നെയാണ് നമ്മുടെ ബന്ധു. പക്ഷേ ഈ കാര്യം ആഴത്തിൽ ആലോചിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് നാം ബ്ലെയിം ഗെയിമിൽ ഏർപ്പെട്ടു പോകുന്നു. ബ്ലെയിം ഗെയിം. എല്ലാറ്റിനെ കുറിച്ചും കംപ്ലൈന്റ് പറയുക, എല്ലാവരെയും കുറ്റപ്പെടുത്തുക. ഞാൻ ഇങ്ങനെ ആയതിന് കാരണം അച്ഛനാണ്, അമ്മയാണ്, അധ്യാപകരാണ് എന്ന് തുടങ്ങി സർക്കാരാണ്. ഇങ്ങനെ എന്തിനെയൊക്കെ കുറ്റം പറയാമോ? പുഴ പക്ഷെ ഒരിക്കലും പഴികൾ പറയുന്നില്ല. തളരാതൊട്ടും പഴികൾ പറയാതെ ആത്യന്തികമാം ലക്ഷ്യമതാഴിയതോർത്ത് പ്രചോദനമാർന്നു പ്രഹർഷം പുഴയൊഴുകിയിടുന്നു. ആഴിയെക്കുറിച്ചുള്ള, ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് പ്രതിസന്ധികളെ മുഴുവൻ അതാത് സമയത്ത് അതിക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും പരാതി പറയുന്നില്ല. നമുക്ക് നാം ബന്ധുവായാൽ എല്ലാവരും നമുക്ക് ബന്ധുക്കളായി അനുഭവപ്പെടും എന്നാണ് ഭഗവത്ഗീതയുടെ ആദേശം തരുന്ന സന്ദേശം. പുഴമൊഴി കേൾക്കൂ. ഇനി പുഴയുടെ തീരത്ത് സ്വസ്ഥമായിട്ടിരുന്നാൽ പുഴമൊഴി കേൾക്കാം. പുഴമൊഴി കേൾക്കൂ. അലസത വിട്ടങ്ങുണരുക, ലക്ഷ്യം നേടുക, മണ്ണിൽ പിറവിയെടുത്തിനി ഭോഗസുഖത്തിൽ മയങ്ങിരമിച്ചു വിവേകം വിട്ടു വിമൂഢം ദുർഗതി പുൽകരുതേ. അലസത വിട്ടങ്ങുണരുക, ലക്ഷ്യം നേടുക. ഉജ്ജ്വലമായ ഉദാത്തമായ ലക്ഷ്യങ്ങൾ നേടാനിരിക്കെ കൊച്ചു കൊച്ചു താല്പര്യങ്ങളിൽ പെട്ട് ജീവിതത്തെ തുലച്ചു കളയരുത് എന്ന് പുഴമൊഴിയുണ്ട്. പുഴമൊഴിക്ക് അവിടെ പല സൗകര്യങ്ങൾ കിട്ടിയാലും ശരി, എന്നാൽ ഇവിടെ അങ്ങോട്ട് വിശ്രമിച്ചു കളയാമെന്നൊരിക്കലും തീരുമാനിക്കുന്നില്ല. ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. കാരണം ഉജ്ജ്വലമായ ഒരു ലക്ഷ്യമുണ്ട്. പുഴമൊഴി കേൾക്കൂ. അലസത വിട്ടങ്ങുണരുക, ലക്ഷ്യം നേടുക, മണ്ണിൽ പിറവിയെടുത്തിനി ഭോഗസുഖത്തിൽ മയങ്ങിരമിച്ചു വിവേകം വിട്ടു വിമൂഢം ദുർഗതി പുൽകരുതേ. മാരുതി ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പ്രേയസിയെ തെരഞ്ഞുള്ള സമുദ്രലംഘന യാത്രക്കിടയിൽ മൈനാക പർവ്വതമുയർന്നു വന്നിരുന്ന് വിശ്രമിക്കൂ, ദാഹം തീർക്കൂ, വിശപ്പകറ്റൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാമകാര്യാർത്ഥമായി പോവുകയാണ്, നിൽക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ് ലക്ഷ്യമോർത്ത് മുന്നോട്ടു പോയ മാരുതി പുഴ നൽകിയ സന്ദേശം നമ്മെ ഉൾക്കൊള്ളുന്നതിന് പ്രേരിപ്പിക്കുന്നു. അത് നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. മാരുതി മാതൃക കാണിച്ചു തന്നതും പ്രയോജനപ്പെടുത്താം. പുഴഗതി നോക്കൂ. ഇനി പുഴയുടെ ആ ഒരു ഗതി അത് ശ്രദ്ധിച്ചാലോ. ഒഴുകും വഴികളിലൊക്കെ വിതയ്ക്കുന്ന ആഹാരത്തിൻ വിഭവം വിശ്രുതം അറിവിൻ വിത്തുകൾ വിഹ്വല ചിത്ത വിമോഹമകറ്റും സന്തോഷങ്ങൾ സംസ്കാരങ്ങൾ സംഗീതത്തിൻ നൂതന രാഗവിഭൂതികൾ നൃത്തച്ചുവടുകൾ പ്രേമാർദ്രതയുടെ ഉൾപ്പുളകങ്ങൾ. പുഴ ഒഴുകുന്ന വഴി നീളെ എന്തൊക്കെയാണ് വിതയ്ക്കുന്നത്? ഒഴുകും വഴികളിലൊക്കെ വിതയ്ക്കുന്ന ആഹാരത്തിൻ വിഭവം, ഭൗതികമായ സമൃദ്ധിക്ക് വേണ്ടതൊക്കെ സമ്മാനിക്കുന്നുണ്ട്. വിശ്രുതം അറിവിൻ വിത്തുകൾ, ഉപനിഷത്തുകൾ തൊട്ടിങ്ങോട്ട്
മിക്ക രചനകളും പുഴയുടെ പ്രചോദനത്തിൽ നിന്ന് സംഭവിക്കുന്നതാണ്. വിശ്രുതം അറിവിൻ വിത്തുകൾ, വിഹ്വല ചിത്ത വിമോഹമകറ്റും സന്തോഷങ്ങൾ. വിഹ്വല ചിത്ത മോഹങ്ങൾ, ആത്മഹത്യാ പ്രവണതയുള്ളവർ പോലും പെട്ടെന്ന് വന്ന് നദിയിൽ ചാടി മരിക്കുക എന്നല്ലാതെ തീരത്ത് വന്നിരുന്നാൽ അവർക്ക് മരിക്കാൻ സാധിക്കില്ല. കാരണം അവരെ പ്രചോദിപ്പിച്ചയക്കും പുഴ. അങ്ങനെ നമ്മിലെ ദുഃഖഭാരങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ പുഴയ്ക്ക് സാധിക്കും. ചിത്തവിമോഹമകറ്റും, വിഹ്വല ചിത്തവിമോഹമകറ്റും സന്തോഷങ്ങൾ വിതയ്ക്കുന്നു, സംസ്കാരങ്ങൾ വിതയ്ക്കുന്നു, സംഗീതത്തിൻ നൂതനരാഗ വിഭൂതികൾ, നൃത്തച്ചുവടുകൾ, പ്രേമാർദ്രതയുടെ ഉൾപ്പുളകങ്ങൾ, ഇതൊക്കെ പുഴ സമ്മാനിക്കുന്നുണ്ട്. ഇപ്പൊ പുഴ മലയിൽ നിന്ന് ആരംഭിച്ച് ആഴിയിൽ ചെന്ന് ചേരും വരെ അലസമൊഴുകുകയല്ല, വെറുതെ ഒഴുകുകയല്ല, വൃഥാവിലല്ല ആ ഒഴുക്ക്, മറിച്ച് നിത്യധന്യത ബഹുപ്രകാരത്തിൽ സമ്മാനിച്ചുകൊണ്ടുള്ള ഒഴുക്കാണ്. പുഴയുടെ അരികിൽ ചെല്ലാം അവിടെ ഇരിക്കാം, പുഴയുടെ അരികിൽ ചെല്ലാം അവിടെ കരയിലിരിക്കാം, പുഴമൊഴി പഴമൊഴി പൊരുളിൻ പെരുമകൾ കേട്ടു രമിക്കാം, ജീവിതഗതിയിൽ സാദരമായതു കൈക്കൊണ്ടേറ്റം ധന്യത പുൽകീടാം, വിനയാന്വിതരായി നന്ദിയുമർപ്പിക്കാം. പുഴയുടെ അരികിൽ ചെന്നിരുന്ന് പുഴമൊഴി പഴമൊഴിയാണ്, പൊരുളിൻ പെരുമകൾ, മാമാങ്കത്തിൻ്റെ കഥ പറയാനുണ്ട്, തുള്ളൽ കഥകളുടെ കഥ പറയാനുണ്ട്. ഇങ്ങനെ ഭാരതപ്പുഴയുടെ തീരങ്ങൾ, ഓരോ തീരവും തോൽപ്പാവക്കൂത്തിൻ്റെ കഥയുണ്ട്, ഒരുപടി കഥകൾ, ഒരുപടി പുനരുജ്ജീവനത്തിൻ്റെ കഥകൾ, അതിജീവനത്തിൻ്റെ കഥകൾ, വ്യാപാരത്തിൻ്റെ കഥകൾ, സംസ്കാരത്തിൻ്റെ, സംഗീതത്തിൻ്റെ, നൃത്തത്തിൻ്റെ കഥകളൊക്കെ നിറയെ പറഞ്ഞു തരാനുണ്ട്. പുഴയുടെ അരികിൽ ചെല്ലാം അവിടെ കരയിലിരിക്കാം, പുഴമൊഴി പഴമൊഴി പൊരുളിൻ പെരുമകൾ കേട്ടു രമിക്കാം, ജീവിതഗതിയിൽ സാദരമായതു കൈക്കൊണ്ടേറ്റം ധന്യത പുൽകീടാം, വിനയാന്വിതരായി നന്ദിയുമർപ്പിക്കാം. ഇങ്ങനെ പുഴയുടെ കരയിൽ ചെന്നിരുന്ന് അറിയേണ്ടതറിഞ്ഞ് പ്രചോദനമാർജിച്ച് പുഴയ്ക്ക് നന്ദി നേർന്ന് പുഴയുടെ പോഷണത്തിന് വേണ്ടി തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ച് വരണം. അങ്ങനെയുള്ള ഒരു പുഴ ഉപാസന, നദീ ഉപാസന, നദീ സാധന, അത് ചെയ്യാൻ നദീപ്രേമികൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പ്രവർത്തകർക്ക് ചൊല്ലി ഉറപ്പിക്കാൻ ഒരു പ്രതിജ്ഞ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരു വരി ഇതാണ്: എടുക്കുന്നതിലധികം കൊടുത്തും അനുഭവിക്കുന്നതിനേക്കാൾ ഉത്പാദിപ്പിച്ചും ജീവിക്കണം. അനുഭവിക്കുന്നതിനേക്കാൾ ഉത്പാദിപ്പിക്കാനും എടുക്കുന്നതിലധികം നദിക്ക് കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി നിള വിചാര വേദിയുടെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ടും ഈ ഒരു നദിയെ ജനമനസ്സുകളിലേക്ക് പുതിയ സാങ്കേതിക വിദ്യയുടെ സൗകര്യം ഉപയോഗിച്ച് വഴിതിരിച്ചൊഴുക്കിവിടാൻ കാണിച്ച ഉത്സാഹം കൂടുതൽ കൂടുതൽ സാർത്ഥകമാവട്ടെ, സഫലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഹരി.